കട്ടപ്പന വെട്ടിക്കുഴക്കവല കല്യാണത്തിന്റെ മേഖലയിൽ നാളുകളായുള്ള വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുവാൻ കെഎസ്ഇബിയുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുകയും വൈദ്യുതി കമ്പികൾ വലിക്കുകയും ചെയ്തു. കെഎസ്ഇബി അധികൃതരെ വിവരം ധരിപ്പിക്കുമ്പോൾ ഉടൻ ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ കെഎസ്ഇബി അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് മേഖലയിൽ പുതിയ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നു. ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനായി പുതിയ വൈദ്യുതി ലൈനും വലിച്ചു. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കട്ടപ്പനയുടെ ഹൃദയഭാഗത്തുള്ള വെട്ടിക്കുഴക്കവലയിൽ വോൾട്ടേജ് ക്ഷാമം വളരെ രൂക്ഷമാണ്. ഞങ്ങൾ പലതവണ കെഎസ്ഇബിയിൽ അധികാരികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പല മെമ്മോറാണ്ടങ്ങളും അപേക്ഷകളും ഒക്കെ കൊടുത്തു. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നവണ്ണം ഒരു 6 മാസം മുമ്പ് കുറച്ച് പോസ്റ്റുകൾ ഈ വഴിയിലൊക്കെ കൊണ്ട് അവർ നാട്ടിയിട്ട് പോയി. പക്ഷേ ട്രാൻസ്ഫോമർ വെക്കാനുള്ള സ്ഥലവും മറ്റും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവരത് വന്ന് അളന്ന് തിട്ടപ്പെടുത്തി സമ്മതിച്ചും പോയതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും ഈ പോസ്റ്റ് കുഴിച്ചിട്ടതല്ലാതെ വേറെ ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. കാലതാമസം നേരിടുമ്പോൾ നാട്ടുകാർ കെഎസ്ഇബി അധികൃതരെ വിവരം ധരിപ്പിക്കുമെങ്കിലും ഉടൻ പരിഹാരം കണ്ടെത്താമെന്ന മറുപടി മാത്രമാണ് അധികൃതർ നൽകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുണ്ട്. ജനങ്ങൾ അവരുണ്ടായ കുടിവെള്ളത്തിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം അടിക്കാൻ നിവർത്തിയുള്ളൂ. ആഴത്തിൽ കിടക്കുന്ന വെള്ളക്കെട്ടിൽ നിന്നും മറ്റും തൊട്ടിക്ക് ഊരിയെടുക്കുന്ന നടപടിയാകുന്ന കേസുകളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മുടെ കട്ടപ്പന കെഎസ്ഇബി ബോർഡിൽ ഇവിടുത്തെ പ്രദേശവാസികളും ജനപ്രതിനിധികളും കയറിറങ്ങി നടക്കുകയാണ്. ചെല്ലുമ്പോൾ അവർ പറയുന്നത് മെറ്റീരിയലില്ല, ഫണ്ടില്ല, അല്ലെങ്കിൽ ഉടൻ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇത് ചെയ്തു തരാനുള്ള മാർഗ്ഗം ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞ് മടക്കി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്ക് കുടിവെള്ളത്തിനായി മോട്ടോർ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതുമൂലം വീടുകളിലെ കുടിവെള്ള സംവിധാനവും കൃഷിയിടങ്ങളിൽ വെള്ളം നനയ്ക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായതായും നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പം 32, 31, 27 3 വാർഡിൻ്റെ ഇതിലാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് പോകുന്നത്. ആഞ്ഞിലിപ്പാലം ഭജനമഠത്തിൻ്റെ അവിടെ ഒരു ട്രാൻസ്ഫോമറുണ്ട്. ആ ട്രാൻസ്ഫോമർ വെച്ചാണ് ഇത് കാണക്കാലിപ്പടിക്ക് ഇപ്പുറം വരെയുള്ള ഭാഗത്തോട്ട് ഈ ലൈൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 3 ഫേസ് ആക്കാനായിട്ടും ഇത് അപേക്ഷ കൊടുത്ത് അതിനും ഒരു നടപടിയില്ല. ട്രാൻസ്ഫോമർ വെക്കാമെന്ന് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഈ പോസ്റ്റും ഇതുമെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ട് ഇതുവരെ ട്രാൻസ്ഫോമർ വെക്കാനായിട്ട് കെഎസ്ഇബിയിൽ നിന്ന് ഒരു നടപടിയില്ല. വോൾട്ടേജ് ക്ഷാമം മൂലം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട മോട്ടോറും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഇത് കട്ടപ്പന മേഖലയിൽ കട്ടപ്പന കെഎസ്ഇബി ബോർഡിൽ ഒരു വലിയ അനാസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലേക്ക് ഗവൺമെൻറ് ഇല്ലെങ്കിൽ കെഎസ്ഇബി ബോർഡ് ട്രാൻസ്ഫോമർ ഉൾപ്പെടെ അതുപോലെ തന്നെ ലൈൻ 3 ഫേസ് ലൈൻ വലിക്കാനുള്ള കറണ്ട് ലൈൻ ഉൾപ്പെടെയുള്ളത് ഇവിടെ അനുവദിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ലൈനുകൾ താന്നു കിടക്കുന്നു. ആ ലൈനുകൾ പൊക്കിക്കിട്ടുന്നതിന് വേണ്ടി ആവശ്യമുള്ള ലൈനുകളും ഇല്ല. പൊട്ടിപ്പോകാറുള്ള കമ്പികൾ കെട്ടാനുള്ള കമ്പികൾ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും കെഎസ്ഇബിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളില്ലാത്ത നിലയിൽ സാധനങ്ങളുടെ ദൗർലഭ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ട്രാൻസ്ഫോമറുകളുടെ ലഭ്യതക്കുറവാണ് പ്രതിസന്ധി പരിഹരിക്കാൻ കാലതാമസം നേരിടുന്നതെന്നാണ് കെഎസ്ഇബി അധികൃതർ നൽകുന്ന വിശദീകരണം.